1200 സ്ക്വയർ ഫീറ്റിൽ 20 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്ന ഈ ഒരു ഫുള്ളി കണ്ടംപററി സ്റ്റൈലുള്ള ഒരു നില വീടിൻ്റെ പ്ലാനും 3D എലിവേഷനുമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇന്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇന്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. സിറ്റ് ഔട്ട് അത്യാവശ്യം വലുപ്പമുള്ള 12x5 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ട് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ലിവിംഗ് റൂമിൽ എൽ ഷേപ്പിലായി 5 സീറ്ററോട് കൂടിയ ലിവിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. ലിവിംഗ് റൂമിൻ്റെ വലുപ്പമാണെങ്കിലും 360x490 ഫുൾ ലെങ്ത് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് റൂമിന് പാർട്ടീഷൻ വാൾ കൊടുക്കാതെ ഓപ്പണായി നൽകി ഇവിടെ ഒരു TV യൂണിറ്റ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു TV യൂണിറ്റ് ഈ ഒരു വാളിൽ കൺസീൽഡ് ആയിട്ടും ചെയ്യാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ ഡൈനിങ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം 5 സീറ്ററോട് കൂടിയ 6 സീറ്ററോട് കൂടിയ ഡൈനിങ് സ്പേസും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടൊരു വാഷ് ബേസിനുള്ള പോയിന്റും നൽകാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 റൂമാണ് നൽകിയിരിക്കുന്നത്. 3 ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായി കന്നിമൂലയിലായി 12x12 ഒരു ബെഡ്റൂമും അതിൽ നമ്മൾ ഈസ്റ്റ് ഫേസ് ചെയ്ത് ബെഡ്റൂം സ്പേസ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ റൂമിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരിത് കിട്ടുന്നതാണ്. ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റഡി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് നീളം കൂടി വീതി കുറഞ്ഞ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിനും അതുപോലെ വാൾ മൗണ്ട് WCയും ഇവിടെ ഒരു 3 ഫീറ്റിൽ നമുക്കൊരു ഷവർ സ്പേസും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂം 12x11 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സൈഡിലോട്ട് ഫ്രണ്ടിലോട്ട് നമുക്ക് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് വാർഡ്രോബ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും സെറ്റ് ചെയ്യാം. ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഡോറ് ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിൽ നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ മൂന്നാമത്തെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ 11x11 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗസ്റ്റ് റൂമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു റൂമിന് കോമൺ ടോയ്ലറ്റാണ് നൽകിയിരിക്കുന്നത്. ഇതിന് അറ്റാച്ച്ഡ് വേണമെങ്കിൽ ഇവിടുന്ന് ഡോറ് നൽകിക്കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റായിട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു റൂമിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു വാളിലായി നമുക്കൊരു വാർഡ്രോബ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബെഡിൻ്റെ ഫേസും നൽകിയിരിക്കുന്നു. ഇനി ഡൈനിങ് റൂം അത്യാവശ്യം വലുപ്പമുള്ള 6 സീറ്ററോട് കൂടിയ ഡൈനിങ് ടേബിളും വാഷ് ബേസിന് ഈ കോർണറിലായിട്ട് ഈ ഒരു വാളുമലോ അല്ലെങ്കിൽ ഈ ഒരു വാളിലായിട്ടോ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ കിച്ചൺ ക്ലോസ്ഡ് കിച്ചൺ കൺസെപ്റ്റിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ പാർട്ടീഷൻ എല്ലാം നൽകി TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് നൽകി 2 സീറ്ററോട് കൂടിയ കൗണ്ടർ സ്പേസ് ഒക്കെ നൽകി ഒരു ഓപ്പൺ കിച്ചണായിട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ ഈ ഒരു കിച്ചൺ 12x11 ഫീറ്റിലുള്ള അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജും അതുപോലെ ഇവിടെ സ്റ്റൗവ് നൽകി കഴിഞ്ഞാൽ ഇവിടെ സിങ്കും നൽകാവുന്നതാണ്. ഈ ഒരു കിച്ചൺ നമുക്ക് ഐലൻഡ് കിച്ചൺ മോഡലായിട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതായത് സെൻറ്ററിൽ നമുക്ക് സ്ലാബ് സ്പേസ് നൽകി ഇവിടെ സ്റ്റൗവും സിങ്കും എല്ലാം നൽകിയിട്ട് ഈ ഒരു ചുമരുമ്പോൾ മാത്രം കൗണ്ടർ സ്പേസ് നൽകാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ ഫുള്ളി ഇൻറ്റീരിയർ ഡിസൈൻ നമ്മളുടെ ചാനലിൽ അടുത്ത് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3Dയോ ഇൻറ്റീരിയറോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസ് 11x8 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഇതാണ് വരുന്നത്. ഈ ഒരു വീട്ടിൽ സ്റ്റെയറിൻ്റെ റൂം നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, സെൻട്രലായിട്ടാണ് നൽകാവുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു സ്റ്റെയറിൻ്റെ ഏരിയ വേണമെങ്കിൽ നൽകാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ 3D എലിവേഷൻ ഡിസൈൻ.
നമ്മൾ 3D എലിവേഷൻ ഡിസൈൻ ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ വരഞ്ഞു കഴിഞ്ഞ് 3D കൂടിയും ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വിൻഡോസിൻ്റെ ലേഔട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും 2000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും നമ്മളൊരു റീസെയിൽ വാല്യൂ, ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഭംഗി വെച്ചിരിക്കും നമ്മളൊരു വീട് പണിയുമ്പോൾ ഉള്ളൊരു റീസെയിൽ വാല്യൂ. അപ്പോൾ ഒരു 30 ലക്ഷത്തിൻ്റെ വീടിന് ഒരു 3000 ചിലവാക്കി ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരയ്ക്ക് ഈ ഒരു ഡിസൈൻ പ്രകാരമാണ് നമ്മളവിടെ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു 3Dയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇതൊരു 1200 സ്ക്വയർ ഫീറ്റിൻ്റെ ബഡ്ജറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഒരു 20 ലക്ഷത്തിനാണ് ഇത് ഫുൾ ഫിനിഷ് ചെയ്യാവുന്നത്. ഈ ഒരു വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ആ ഒരു ബെഡ്റൂമിൻ്റെ ചുറ്റും ബോക്സ് ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹൈറ്റിനാണ് നമ്മളൊരു മെയിൻ സ്ലാബ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു 2 ഫീറ്റിന് നമ്മൾ പാരപ്പറ്റ് നൽകി അതിൻ്റെ ടോപ്പിലായിട്ട്, അതായത് ഇവിടെ ഈ ഒരു പാരപ്പറ്റിൻ്റെ ടോപ്പിൽ മാത്രമാണ് ഈ ഒരു സ്ലാബ് വരുന്നത്. ബാക്കിലായിട്ട് ഫുള്ള് ഓപ്പൺ ടെറസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഒറ്റ നില വീടാണെങ്കിൽ ഒരു 2 നിലയുടെ ഫീൽ അല്ലെങ്കിൽ ഒരു ഇത് വരും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആയിട്ട് നമ്മൾ ഷോവാൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ, ഡമ്മി പില്ലറായിട്ട് 2 സൈഡിലും പില്ലർ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പിലോട്ട് വെള്ളം അധികം മഴക്കാലത്ത് എത്തില്ല. ഈ ഒരു ലെഫ്റ്റ് സൈഡിലായി 2:10 ഷെയ്ഡ് ഇങ്ങനെ ഒരു യു ഷേപ്പ് തിരിച്ചിട്ട പോലെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ നമ്മളൊരു ഫ്ലവർ എല്ലാം വയ്ക്കാവുന്ന ഒരു ബേസും നൽകിയിരിക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു വിൻഡോൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനൊരു ഡിസൈൻ നൽകി ബോക്സ് ആയിട്ട് ഇതിൻ്റെ അകത്തൊരു ബ്രിക്ക് ക്ലാഡിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എൽ ഷേപ്പിലായിട്ട് നമ്മളൊരു ഗ്രൂവ് വർക്ക് വിത്ത് പെയിൻറ്റിങ് വർക്കുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലെ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എൽ ഷേപ്പിലായിട്ട് പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും സ്പോട്ട് ലൈറ്റ് വിത്ത് പ്രൊഫൈൽ ലൈറ്റാണ് എല്ലായിടത്തും നൽകുന്നത്. മെയിനായിട്ട് ഈ ഒരു വാളിൽ വരുന്ന ഈ ഒരു 4 ലൈറ്റും അതുപോലെ തന്നെ ഈ ഒരു സ്ലാബിൽ വരുന്ന ഈ ഒരു സ്പോട്ട് ലൈറ്റ് 6 ഇവിടെ താഴെ വരുന്ന ഒരു 3 സ്പോട്ട് ലൈറ്റ്, ഈ ഒരു പ്രൊഫൈൽ ലൈറ്റാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ ഭംഗി തീരുമാനിക്കുന്നത്. ഈ ഒരു വീട് ഫുൾ ഫിനിഷ് ചെയ്യുന്നത് 20 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫിനിഷ് ചെയ്യും. ഈ ഒരു വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണർ വ്യൂ ആണ് ഇപ്പോൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്നത്. നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോൻ്റെയും ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കോസ്റ്റ് നൽകുന്നത് എപ്പോഴും ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് നൽകി മെറ്റീരിയൽ ക്ലയൻറ്റ് നൽകി ചെയ്യുമ്പോഴുള്ള റേറ്റാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ പ്ലാന് 3D ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും സ്ക്വയർ ഫീറ്റ് റേറ്റ് ചോദിക്കാതെ ഈ ഒരു പ്ലാനും 3Dയും ഇൻറ്റീരിയറും വെച്ച് എസ്റ്റിമേറ്റ് ഇട്ടുതരാൻ പറയാം. എന്നിട്ടാണ് ഒരു വീടിൻ്റെ റേറ്റ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെ സ്ക്വയർ ഫീറ്റ് റേറ്റിനല്ല വീട് എടുക്കേണ്ടത്. എപ്പോഴും മെറ്റീരിയലിൻ്റെ അളവും അതുപോലെ തന്നെ റേറ്റും വെച്ചിട്ടാണ് നമ്മൾ ഫുൾ കോൺട്രാക്റ്റ് റേറ്റ് എടുക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ ഫുൾ കോൺട്രാക്റ്റ് ഉണ്ട്, വർക്ക് കോൺട്രാക്റ്റ് ഉണ്ട്, സൂപ്പർവിഷൻ ചാർജ് നൽകി നമുക്ക് വർക്ക് നൽകാവുന്ന ഈ ഒരു 3 മെത്തേഡിലാണ് നമുക്ക് വർക്ക് ഒരാൾക്ക് നൽകാൻ പറ്റുന്നത്. എപ്പോഴും ഫുൾ കോൺട്രാക്റ്റ് നൽകി കഴിഞ്ഞാൽ ആ ഒരു എഗ്രിമെൻറ്റിൽ എഴുതിയിരിക്കുന്ന ഇപ്പോൾ ഒരു ടൈലിൻ്റെ റേറ്റ് 60 രൂപ എഴുതിയിരിക്കണമെങ്കിൽ ഒരു 80 രൂപ ടൈൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 20 രൂപ എക്സ്ട്രാ നൽകേണ്ടി വരും. അതുപോലെ തന്നെ മെയിൻ സ്ലാബ് വർക്കും ബാക്കി കോൺക്രീറ്റിംഗ് വർക്കും എല്ലാം നടക്കുമ്പോൾ നമുക്ക് മെറ്റീരിയൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അവർ ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള മെറ്റീരിയലാണ് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് കോൺട്രാക്റ്റ് നൽകി നമ്മൾ സൂപ്പർവിഷൻ ചാർജ് നൽകിയ ഒരു എഞ്ചിനീയറെ വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ വർക്കും ക്വാളിറ്റി ആവും. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊരു ബ്രേക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ എഗ്രിമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, നമുക്കൊന്ന് ബ്രേക്ക് എടുത്ത് പിന്നെ ചെയ്താൽ മതി. ഫുൾ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റ് ക്യാൻസലാവും. അപ്പോൾ പിന്നെ അവർ പറയുന്ന റേറ്റിനാവും നമ്മൾ ചെയ്യേണ്ടി വരിക.